എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു രസകരമായ വീഡിയോയാണ്. രസകരം എന്നുള്ളതല്ല, എല്ലാവർക്കും ഒരു അറിവ് പകരുന്ന വീഡിയോ കൂടിയാണിത്. മലപ്പുറം ജില്ലയിലെ നല്ലമ്പ്ര പഞ്ചായത്തിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ ജലീലിക്ക, അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് BJP കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് ഇവിടുത്തെ ഇടതും വലതും പറയുന്നെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു. എല്ലാവരും കേട്ടു നോക്കുക. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരരുത് എന്ന് പറയുന്നത്? എന്റെ വാക്കുകൾ കൂടിയല്ല, നമ്മുടെ സ്വന്തം NDA സ്ഥാനാർത്ഥിയായ BJPയുടെ സ്ഥാനാർത്ഥിയായ മലപ്പുറം ജില്ലയിലെ നന്നമ്പ്ര പഞ്ചായത്തിലെ ജലീലിക്ക പറയുന്നത് ഒന്ന് കേട്ടു നോക്കും. ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ മലപ്പുറം ജില്ലയിലെ നന്നമ്പ്ര പഞ്ചായത്തിലെ 14-ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച അബ്ദുൽ ജലീൽ പയനത്തിലേക്കാണ് ഈ വരുന്നത്. അല്ലേക്ക എന്തായി? എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആദ്യമായിട്ട് പിടിച്ചാ നിങ്ങള് മൈക്കാണ്ട് പിടിച്ച് എത്ര ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് നിങ്ങള്? നമസ്കാരം. കേരളത്തിലെ BJP പ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ നമസ്കാരം. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതായത് നിങ്ങളൊരു വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആ വീഡിയോ 16 ലക്ഷം ആളാ കണ്ടത്. ഫസ്റ്റത്തെ വീഡിയോ അത് കണ്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിന്റെ റിസൾട്ട് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഇലക്ഷന്റെ ആവേശം വിട്ടിട്ടില്ലേ? എന്താ സംഭവം? എന്താ സംഭവിച്ചത്? ജയിച്ചോ തോറ്റോ? സംഭവിച്ച ചെറിയ വോട്ടിനാണ് നമ്മൾ പരാജയപ്പെട്ടത്. അത് എന്താ സംഭവിച്ചാല്, ഈ ഇടതും വലതും തമ്മിൽ BJP വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും അവർ ശ്രമിച്ചത്. ജലീലിക്ക് ഞങ്ങൾ ഭയങ്കര പ്രചരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവരും നിങ്ങൾ ജയിക്കും എന്നുള്ള കമന്റും കണ്ട് ഒരു വിഭാഗം ആൾക്കാർ നല്ല മുട്ടൻ തെറിയും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു. ഒരുപാട് ലൈക്ക് തരാൻ ആൾ ഒരുപാടുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞാൻ കണ്ടു. പക്ഷെ നിങ്ങളിപ്പോ തോറ്റെന്ന് പറയുമ്പോ പിന്നെ നിങ്ങളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്കാർ ഏതൊക്കെ രീതിയിലാവും നിങ്ങളെ തെറി പറയാന്നുള്ളത്. അങ്ങനെ വല്ല വിമർശനങ്ങളും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? അത് മാത്രമല്ല, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവിടെ? കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നിങ്ങൾ വോട്ട് കിട്ടിയിട്ട് ഒരാളാണെന്നാണ് പറഞ്ഞത്. എന്ത് സംഭവിച്ചു ശരിക്ക്? അത് ഞാൻ പറഞ്ഞല്ലോ, അത് BJP വരാതിരിക്കാൻ. എന്താ വെച്ചാൽ BJP വന്നു കഴിഞ്ഞാല് പിന്നെ പല രീതിയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കും. അത് നടപ്പിലാക്കാതിരിക്കാനാണ്. അത് നടപ്പിലായി കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സുകന്യ സമൃദ്ധി യോജന, കിസാൻ നിധി പോലെയുള്ള ഇപ്പൊ ഏകദേശം 21 ഗഡു വന്നു കഴിഞ്ഞു. 40,000 രൂപയുടെ മേലിൽ എല്ലാവർക്കും അക്കൗണ്ടിൽ വന്നു. 1 രൂപ പോലും പോസ്റ്റ്മാന് പോലും നമ്മൾ എന്ത് ചെയ്യാണ്, ചായ പൈസ പോലും കൊടുക്കേണ്ട, നമ്മുടെ നേരിട്ട് അക്കൗണ്ടിലാണ് വരുന്നത്. ഇത്രയും നല്ല പദ്ധതികൾ ഈ നന്നമ്പ്ര പഞ്ചായത്തിൽ എവിടെയും നടപ്പിലാക്കിയിട്ടില്ല. ഒരു മെമ്പർമാരും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് നടപ്പിലാക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും BJPക്കാരായി മാറുമെന്ന് തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് ചെയ്യാത്തത്. അത്രയും മഹത്തായ ഈ പദ്ധതികൾ, എത്രയോ എണ്ണമറ്റ പദ്ധതികളുണ്ട്. 65 വയസ്സ് കഴിഞ്ഞാൽ ആളുകൾക്ക് സൗജന്യമായ 5 ലക്ഷം ഇൻഷുറൻസ്, പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. കേരളത്തിലുള്ള എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരും നിർബന്ധമായിട്ടും ഇത്തരം പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് മാത്രമല്ല, ഇത്രയും പദ്ധതികൾ നമ്മുടെ അവകാശമാണ്. ആ അവകാശം നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ അത് അതിന് ഭാഗപത്രം ആവണം എന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. വെള്ളിയാമ്പുറത്തുകള് പിന്നെ ഈ തോറ്റ ശേഷം അങ്ങനെ എതിർ സ്ഥാനാർത്ഥികളുടെ അടുത്തുനിന്ന് അങ്ങനെ മോശമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനെയൊന്നും വന്നിട്ടില്ല. കാരണം ഇത് ജനാധിപത്യമാണല്ലോ. 5 വർഷം കഴിഞ്ഞാൽ ഇനിയും തെരഞ്ഞെടുപ്പുണ്ടല്ലോ. അപ്പോൾ ഈ എന്താണെന്ന് സംബന്ധിച്ചാൽ ഈ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഈ നല്ലവരായിട്ടുള്ള വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 5 വർഷം ലാപ്സ് ആവുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത്രയും കൊല്ലങ്ങളായിട്ട് അവർ തന്നെയല്ലേ ഭരിച്ചത്. ഒരു നല്ല ഒരു റോഡുണ്ടോ? നിങ്ങൾ വന്ന് നോക്കൂ. ഈ നന്നമ്പ്ര പഞ്ചായത്തിന്റെ അവസ്ഥ, മര്യാദക്ക് നല്ല റോഡില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, കുടിവെള്ളമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾ എന്താ പറഞ്ഞിരുന്നത്, ഞങ്ങൾ പിന്നെ MP-മാരെ ഫണ്ട് ഉപയോഗിച്ചും കേന്ദ്ര പദ്ധതി ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ സമഗ്രമായ വികസനമാണ് നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി BJP ലക്ഷ്യം വെച്ചത്. പക്ഷെ ആരും തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവര് എന്തോ തെറ്റിദ്ധാരണ മൂലം ഈ BJP വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ള ഈ തെറ്റിദ്ധാരണയാണ്, ഇടത് വലതിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരത്തിലായി. അപ്പൊ 5 വർഷം എന്തായി? ഈ സ്ഥാനാർത്ഥികൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. അവര് അത് നിങ്ങൾക്ക് നോക്കാം. ഞാൻ വെല്ലുവിളിക്കുകയാണ് അവരെ.
നേരെ മറിച്ച് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാരെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നന്നമ്പ്ര പഞ്ചായത്ത് നന്നമായി, അതായത് വളരെ സമഗ്രമായ വികസനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സ്ഥാനാർത്ഥികൾക്ക് അത്തരത്തിലുള്ള സമഗ്രമായ വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങള് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് മത്സരിക്കാൻ നിന്ന് BJPന്റെ സ്ഥാനാർത്ഥിയായിട്ട്. അതെ. പക്ഷെ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു. അതിൽ നിങ്ങൾക്ക് സങ്കടമൊന്നുമില്ല? ഇല്ല, അത് ജനാധിപത്യമല്ലേ, അത് സാരമില്ല. ഓക്കെ. ചെറിയ രീതിയിൽ സങ്കടങ്ങളൊക്കെ ഉണ്ട്, വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോ അടുത്ത പ്രാവശ്യം ഇനി മത്സരിക്കോ? തീർച്ചയായിട്ടും മത്സരിക്കും. പാർട്ടി നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കും. ഇതേ വാർഡിൽ ഉണ്ടാവുമോ? പാർട്ടി പറയുന്ന ഏത് വാർഡിലാണോ നിൽക്കാൻ പറയുന്നത് അതുപോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വനിതാ വാർഡാവും, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പാർട്ടി പറയുന്ന എന്ത് കാര്യങ്ങളും ഈ പനിയത്തിൽ അബ്ദുൽ ജലീൽ എന്ന ഈ സാധാരണ ഈ പ്രവർത്തകൻ ഈ പാർട്ടിക്കും വേണ്ടി ഏതറ്റവും പ്രവർത്തിക്കാൻ തയ്യാറാണ്. നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, നാടിന് വേണ്ടി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ എത്ര മനോഹരമായാണ് അദ്ദേഹം ആ വിഷയത്തെ അവതരിപ്പിച്ചത്. ഇവിടുത്തെ ഇടത്തനും വലത്തനും ഒരു കാരണവശാലും ഈ BJP സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇവിടെ എങ്ങാനും വികസനം ഉണ്ടായി പോയി കഴിഞ്ഞാൽ, ഈ കേന്ദ്ര പദ്ധതികൾ കൊണ്ട് വികസനം ഉണ്ടായി പോയി കഴിഞ്ഞാൽ നാളെ ആൾക്കാർ വോട്ട് കുത്തുന്നത് BJPക്കായിരിക്കും. ആ BJPയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ദരിദ്രം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള മെന്റാലിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഈ ദരിദ്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൊടി പിടിക്കാൻ ആളുണ്ടാവുകയുള്ളൂ. അത് ഇടത്തും വലത്തും അത്യാവശ്യം വല്ല കള്ളും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തെക്കും വടക്കും നടക്കുന്ന അനേകം ആൾക്കാരുണ്ട്, ചെറുപ്പക്കാർ. ഒരു വ്യവസായം ഇവിടെ വരില്ല. വന്നു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആൾ വേണ്ടേ? അതാണ് ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് ഞാനായിട്ട് പറഞ്ഞതല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ നന്നമ്പ്ര പഞ്ചായത്തിലെ എല്ലിക്ക പറഞ്ഞ വാക്കുകൾ നിങ്ങളെല്ലാവരും കാതോർത്ത് കേൾക്കുക. കേന്ദ്ര പദ്ധതികൾ നമുക്ക് അർഹതപ്പെട്ടതാണ്. ഒരു കാരണവശാലും നമ്മൾ തിരസ്കരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അർഹതപ്പെട്ടതാണ്. എന്തെല്ലാം പദ്ധതികളുണ്ടെന്നറിയാമോ ഇവിടെ നടപ്പിലാക്കേണ്ടത്? ഒന്നും നടപ്പിലാക്കില്ല. എന്തിനേറെ പറയണം, ഇൻഷുറൻസ് തന്നെ, ആരോഗ്യ പദ്ധതിയുമായിട്ടുള്ള ഇൻഷുറൻസ് തന്നെ ഇവിടുത്തെ എത്ര പേർക്കറിയാം? ഈ 5 ലക്ഷം രൂപ നമുക്ക് 65 വയസ്സ് മേലുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപ ചികിത്സ സംബന്ധമായി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം? അത് പ്രാവർത്തികമാക്കാൻ ഇവിടുത്തെ സർക്കാർ അനുവദിക്കില്ല. അനുവദിച്ചാൽ അതൊരു കടപ്പാടായി BJPക്ക് മാറുമെന്ന് അവർക്കറിയാം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ BJP അധികാരത്തിൽ വരുള്ളൂ. BJP അധികാരത്തിൽ വന്നാൽ ഇടത്തരം വലത്തിന് ഇതുപോലെ ജാതിയും മതവും വർഗവും പറഞ്ഞ് അടിയുണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിനാണ് സ്ഥിതി. ഇരളിക്കെപ്പോലുള്ള അനവധി ആൾക്കാർ ഇന്ത്യൻ മുസ്ലിം സമുദായത്തിൽ ഇത്തരത്തിൽ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഇരളിക്ക് ഭാവിയിൽ എല്ലാവിധമായ മുന്നോട്ട് ഉള്ള യാത്രയിൽ എല്ലാവിധമായ ആശംസ നേരുന്നു. താങ്ക് യു.